മഴതോരും മുൻപേ സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ സ്റ്റാൻലി ജോസഫിന്റെ വലിയ വീടിന്റെ മുറ്റത്ത് ഒരു നിമിഷം പോലും നിൽക്കാൻ കഴിയാത്തൊരവസ്ഥയിലായിരുന്നു അലീന. തനിക്ക് ജന്മം നൽകിയ അച്ഛന്റെ കൈകളിലേക്ക് തന്നെ ഏൽപ്പിച്ച് യാത്ര പറഞ്ഞു പോകുന്ന ബാലചന്ദ്രനെ നോക്കിയിട്ട് അവൾ തറഞ്ഞു നിന്നു. സ്നേഹവും വാത്സല്യവും നൽകി സ്വന്തം മകളെപ്പോലെ പൊന്നുപോലെ നോക്കിയ ആളാണ് ഇപ്പോൾ പടിയിറങ്ങി പോകുന്നത്. ബാലചന്ദ്രന്റെ കണ്ണുകളിലും ആ സങ്കടം തളം കെട്ടി നിന്നിരുന്നു. ഇനി ഒരു നിമിഷം പോലും തന്റെ വീട്ടിൽ അലീനയ്ക്ക് നിൽക്കാൻ കഴിയില്ല എന്ന സാഹചര്യമുള്ളതുകൊണ്ടാണ് അവളെ സ്വന്തം അച്ഛനെ തേടിപ്പിടിച്ച് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത്. വീണ്ടും കാണാമെന്നൊരു പ്രതീക്ഷ നൽകി ഒരുപാട് സങ്കടത്തോടു കൂടെ ബാലചന്ദ്രൻ കാറിൽ കയറി. വണ്ടി ഗേറ്റ് കിടന്നു പോകുന്നതുവരെ അലീന ആ വഴിയിലേക്ക് തന്നെ നോക്കി നിന്നു. അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു. ഉടുത്തിരുന്ന ആ ഒരു സാരി തുമ്പുകൊണ്ട് തന്നെ അവൾ ആ കണ്ണുനീരൊക്കെ തുടച്ചു മാറ്റി. ചുറ്റും കിടക്കുന്ന ലഗേജുകൾ അവൾ ഇങ്ങനെ ഒറ്റക്ക് നിൽക്കുമ്പോൾ വഴിയിലാരോ ഉപേക്ഷിച്ചു പോയ ഒരു അനാഥെ പോലെയാണ് അവൾക്ക് തോന്നിയത്. അലീനയുടെ രണ്ടാമത്തെ ജീവിതം ഇവിടെ തുടങ്ങുകയാണ്. പക്ഷേ അതൊരു തുടക്കമോ അതോ ഒടുക്കുമോ എന്ന് പോലും അവൾക്ക് തന്നെ നിശ്ചയമില്ലായിരുന്നു. ബംഗ്ലാവിന്റെ വിശാലമായ സിറ്റൗട്ടിൽ ഒരു പട്ടാളക്കാരന്റെ ഗാംഭീര്യത്തോടു കൂടി സ്റ്റാൻലി ജോസഫ് നിൽക്കുന്നുണ്ടായിരുന്നു. സ്വന്തം മകൾ വർഷങ്ങൾക്ക് ശേഷം വീട്ടിലേക്ക് വന്നിട്ടും ആ മുഖത്ത് ഒരച്ഛന്റെ സ്നേഹമോ വാത്സല്യമോ ഉണ്ടായിരുന്നില്ല. മറിച്ച് അവിടെ ജോലി ചെയ്യുന്ന ബൈജുവിനോടും ആൻഡപ്പനോടും അലീനയുടെ പെട്ടുകൾ അകത്തേക്ക് എടുത്തുവെക്കാൻ ഒരു യജമാനനെ പോലെ അയാൾ ഉത്തരവിടുകയാണ് ചെയ്തത്. തന്റെ അരികിലേക്ക് സ്നേഹത്തോടെ വന്ന് തലയിലൊന്ന് തലോടി മകളെ അകത്തേക്ക് വരൂ എന്ന് ആ അച്ഛൻ പറയുമെന്ന് അലീന ഒരു നിമിഷമൊന്ന് ആഗ്രഹിച്ചു പോയി. പക്ഷേ സ്റ്റാൻലിയുടെ ആ ഒരു നിൽപ്പും ഭാവവും കണ്ടപ്പോൾ തന്നെ അവൾക്കൊരു കാര്യം ഉറപ്പായിരുന്നു. ആ മനുഷ്യൻ ഒരിക്കലും തനിക്കൊരു താങ്ങാവാൻ പോകുന്നില്ല എന്ന്. ഇത്രയും കാലം തന്നയുടെ നെഞ്ചോട് ചേർത്ത് പിടിച്ച എല്ലാവരെയും ഉപേക്ഷിച്ചിട്ടാണ് താൻ ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത്. ഇനി അവർ ആരും തൻ്റെ കൂടെയില്ല എന്ന സത്യം അവൾ വേദനയോടുകൂടെ തിരിച്ചറിഞ്ഞു. ആരും കൂട്ടിനില്ലെങ്കിലും താൻ തളരില്ലെന്നൊരു വാശി അപ്പോൾ അവളുടെ ഉള്ളിൽ ജനിച്ചിരുന്നു. ആരുടെയും സഹായം തനിക്ക് ആവശ്യമില്ല എന്ന മട്ടിൽ അവിടെയുള്ളതിൽ ഏറ്റവും വലിയ പെട്ടി തന്നെ അലീന സ്വന്തമായി എടുത്തുയർത്തി. അത് കണ്ടപ്പോൾ ആൻഡപ്പൻ അങ്ങോട്ടേക്ക് ഓടി വരികയാണ്. കുഞ്ഞെ, നീ അതവിടെ വെച്ചോ, ഞാൻ എടുത്തോളാം, ആൻഡപ്പൻ സ്നേഹത്തോടെ പറഞ്ഞു. വേണ്ട, ഇതെനിക്ക് എടുക്കാവുന്നതേ ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ആ പെട്ടിയും പിടിച്ച് അലീന നേരെ അകത്തേക്ക് നടക്കുകയാണ്. ഇതും കണ്ട് ബൈജു ബാക്കി പെട്ടുകളെല്ലാം എടുക്കാൻ വേണ്ടി അങ്ങോട്ടേക്ക് ചെന്നു. പക്ഷേ തൻ്റെ സാധനങ്ങൾ മറ്റുള്ളവർ എടുക്കരുത് എന്ന് അലീനക്ക് തീരെ ഇഷ്ടമുള്ള കാര്യമല്ല. എൻ്റെ പെട്ടുകൾ ഞാൻ തന്നെ എടുത്തോളാം, അവൾ തീർത്തും പറഞ്ഞു. ആൻഡപ്പനും ബൈജുവും എന്തു ചെയ്യണമെന്നറിയാതെ ആശയക്കുഴപ്പത്തിലായി. അപ്പോഴാണ് സ്റ്റാൻലി ജോസഫ് അങ്ങോട്ടേക്ക് വന്നത്. അലീന വലിയൊരു ബാഗും താങ്ങി പിടിച്ചു വരുന്നത് കണ്ട് അയാൾ കൊട്ടുന്നതിനത് പിടിച്ചില്ല. എന്തിനാ നീ ഈ ബാഗെല്ലാം തന്നെ ചുമന്നുകൊണ്ട് ഇങ്ങോട്ടേക്ക് വരുന്നത്? ഇതെടുക്കാൻ വേണ്ടിയിട്ട് അവരുടെ സെർവൻസ് ഉണ്ടല്ലോ. സ്റ്റാൻലിയുടെ ശബ്ദത്തിൽ അധികാരത്തിന്റെ സ്വരമുണ്ടായിരുന്നു. അലീനയുടെ മുഖത്ത് ഒരു നേരിയ പുഞ്ചിരി മിന്നി മറഞ്ഞു. ഇതൊക്കെ എനിക്ക് എടുക്കാവുന്നതേയുള്ളൂ, ഇത്രയും നാൾ ഞാൻ സെർവൻ്റായിട്ട് ജോലി ചെയ്തതല്ലേ. അവളുടെ ആ ഒരു മറുപടിയിൽ സ്റ്റാൻലി ഒന്ന് പതറിയെങ്കിലും പുറത്തൊന്നും അത് തന്നെ കാണിച്ചില്ല. ആ പെട്ടി ഇവിടെ വെച്ചേക്ക്, അതെടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ആളുണ്ട്, അയാൾ വീണ്ടും കടുപ്പിച്ച് പറഞ്ഞു. എന്നിട്ട് അവിടെ മിണ്ടാതെ നിൽക്കുന്ന ആൻഡപ്പനെയും ബൈജുവിനെയും നോക്കി ദേഷ്യപ്പെടുകയാണ്. നിങ്ങൾ രണ്ടുപേരും അവിടെ മാനത്ത് നോക്കി നിൽക്കുവാണോ? ആ പെട്ടിയെടുത്ത് അകത്തേക്ക് കൊണ്ടുവാ. ഉടനെ തന്നെ ഇരുവരും പേടിച്ച് പെട്ടുകളെല്ലാം തന്നെ എടുക്കാൻ വേണ്ടി വന്നു. എന്നാൽ അലീന അവരെ തടയാണ്. നിങ്ങളുടെ അടുത്തല്ലേ ഞാൻ പറഞ്ഞത് എൻ്റെ പെട്ടുകളൊന്നും എടുക്കരുത് എന്ന്? പിന്നെ നിങ്ങൾ എന്തിനാ ഇതെടുക്കുന്നത്? അതിൽ തുടരുത്, അവൾ കുറച്ച് ദേഷ്യത്തിൽ തന്നെ ചോദിച്ചു. ആൻഡപ്പനും ബൈജുവും ആകെ ധർമ്മസങ്കടത്തിലായി. മുതലാളി പറഞ്ഞത് അനുസരിക്കണോ അതോ ഈ കുട്ടിയുടെ വാക്ക് കേൾക്കണോ എന്നറിയാതെ അവർ കുഴങ്ങി. ഒടുവിൽ അലീന തന്നെ ഒരു പരിഹാരം പറഞ്ഞു. ഇത് എവിടേക്കാണ് വെക്കേണ്ടത് എന്നുള്ള കാര്യം നിങ്ങളൊന്ന് കാണിച്ചു തന്നാൽ മാത്രം മതി. ആൻഡപ്പൻ പേടിയോടുകൂടി സ്റ്റാൻലിയുടെ മുഖത്തേക്ക് നോക്കി. അയാൾക്ക് വേറെ വഴിയില്ലായിരുന്നു. ചെന്ന് കാണിച്ചു കൊടുക്കുകയെന്ന് സ്റ്റാൻലി ഉത്തരവിട്ടു. പെട്ടിയും തൂക്കിപ്പിടിച്ച് അലീന ആൻഡപ്പന് പിന്നാലെ നടന്നു. അപ്പോഴേക്കും അവളുടെ മനസ്സിൽ ചെറിയൊരു പ്രതീക്ഷ ബാക്കിയുണ്ടായിരുന്നു. തൻ്റെ അച്ഛൻ ഒരു പക്ഷേ ആ ബാഗുകൾ എടുക്കാൻ പിന്നാലെ വരുമോ? അവൾ പതുക്കെയൊന്ന് തിരിഞ്ഞു നോക്കി. ഇല്ല, അയാൾ അവിടെ തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു. ഓർഡർ ഇടാൻ മാത്രം അറിയാവുന്ന ഒരു പട്ടാളക്കാരൻ. അതല്ലാതെ അച്ഛൻ്റെ സ്നേഹം അയാളിൽ നിന്നും ഒരിക്കലും പ്രതീക്ഷിക്കരുത് എന്ന് അവൾ വീണ്ടും വീണ്ടും സ്വയം ഓർമ്മിപ്പിച്ചു. ആൻഡപ്പൻ അലീനയൊന്ന് ആ ഒരു വലിയ മുറിക്കകത്തെ മുന്നിലേക്ക് എത്തിച്ചു. അത് അവൾക്ക് വേണ്ടി സ്റ്റാൻലി ജോസഫ് ഒരുക്കി വെച്ച മുറിയായിരുന്നു. അകത്തേക്ക് കയറിയ അലീന ആകങ്ങ് അത്ഭുതപ്പെട്ടു പോയി. വലിയൊരു TV, ഫ്രിഡ്ജ്, AC, ഫാന്, വാൾഡ്രോബ്, നല്ല പതുപതുക്കെ പോലെയുള്ള പട്ടുപോലത്തെ കിടക്ക, ഒരു 5 സ്റ്റാർ ഹോട്ടലിൻ്റെ സ്യൂട്ട് റൂം പോലെയുണ്ടായിരുന്നു അതെല്ലാം കാണുമ്പോൾ. ഇത് ഇവിടുത്തെ ഗസ്റ്റ് റൂമാണ് കേട്ടോ, ആൻഡപ്പൻ വളരെ അഭിമാനത്തോടെ പറഞ്ഞു. ഗസ്റ്റ് റൂം എന്ന ആ ഒരു വാക്ക് അലീനയുടെ ഹൃദയത്തിലങ്ങ് കൊണ്ടു. സ്വന്തം മകൾക്ക് താമസിക്കാൻ ഗസ്റ്റ് റൂമോ? താൻ ഈ വീട്ടിൽ വെറും ഒരു അതിഥിയാണെന്ന് അച്ഛൻ പരോക്ഷമായി പറയുകയാണോ? അവളുടെ ഉള്ളിൽ സങ്കടം ഇരിച്ചു കയറി. ബാക്കി പെട്ടുകൾ കൂടി എടുക്കാൻ വേണ്ടിയിട്ട് അവൾ സിറ്റൗട്ടിലേക്ക് തിരികെ നടന്നു. അവൾ നടക്കുമ്പോൾ സ്റ്റാൻലിയുടെ വളർത്തുനായ്ക്കൾ അവളുടെ പിന്നാലെ ഓടിക്കൂടി.
അവൾക്കത് ഇഷ്ടമായിരുന്നു. പക്ഷേ അവളുടെ മുറിയിൽ വാതിൽക്കലെത്തിയപ്പോൾ ആ നായ്ക്കൾ പെട്ടെന്നങ്ങ് നിന്നു. അവറ്റകൾ അകത്തേക്ക് കയറാനൊന്നും കൂട്ടാക്കിയില്ല. അലീന 2-3 തവണ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു നോക്കി. അപ്പോഴൊക്കെ നായ്ക്കൾ അവളെ അനുഗമിച്ചുവെങ്കിലും മുറിക്കുള്ളിലേക്ക് മാത്രം അവർ കയറിയില്ല. ആ പട്ടാളക്കാരന്റെ കർക്കശമായ നിർദ്ദേശം ആ മിണ്ടാപ്രാണികൾക്കും അറിയാമെന്ന് അവൾക്ക് മനസ്സിലായിരുന്നു. ഗസ്റ്റ് റൂമിൽ കയറരുതെന്ന് അവൾക്ക് കൊടുത്ത ട്രെയിനിങ് കിട്ടിയിട്ടുണ്ടാവും. പെട്ടികളെല്ലാം ഒതുക്കി വെച്ചതിന് ശേഷം അലീന ആ ഒരു കട്ടിലിരുന്നു. അവളുടെ മനസ്സിലൂടെ പലവിധ ചിന്തകളും അങ്ങനെ കടന്നുപോയി. തന്റെ സ്വഭാവം വല്ലാതെ മാറുന്നുണ്ടോ? അച്ഛന് അധികാരസ്വരം കേട്ടുകൊണ്ട് തന്നെ തനിക്ക് ദേഷ്യം വരികയാണോ? അതോ പ്രിയപ്പെട്ടവരെല്ലാം പിരിഞ്ഞുപോയതിന്റെ സങ്കടം കൊണ്ടാണോ താനിങ്ങനെയൊക്കെ പെരുമാറുന്നത്? ഇതെല്ലാം ഇട്ടെറിഞ്ഞ് എങ്ങോട്ടേക്കെങ്കിലും അങ്ങ് ഓടിപ്പോയാലോ എന്ന് പോലും അവൾക്ക് തോന്നി. പെട്ടെന്ന് വാതിൽക്കൽ നിന്നൊരു നായയുടെ നേരിയ ശബ്ദം കേട്ട് അവൾ തിരിഞ്ഞു നോക്കി. അത് അവളെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു. ഇങ്ങോട്ട് വാ, അലീന സ്നേഹത്തോടെ വിളിച്ചു. അത് കേട്ടപ്പോൾ ആ നായ കുതിച്ചു ചാടി അവൾ കരികിലേക്ക് എത്തി. അവൾ അതിനെ തലോടിക്കൊണ്ട് പതുക്കെ പറഞ്ഞു, എനിക്ക് നിങ്ങളോട് ദേഷ്യമൊന്നുമില്ല കേട്ടോ. ആ മിണ്ടാപ്രാണി സ്നേഹത്തോടെ അവൾ എന്ന് നക്കി തുടച്ചു. അപ്പോഴാണ് അങ്ങോട്ടേക്കെത്തി സ്റ്റാൻലി വന്നത്. മുറിക്കുള്ളിൽ നായ നിൽക്കുന്നത് കണ്ടപ്പോൾ അയാൾ ഉച്ചത്തിലങ്ങ് ശബ്ദമുണ്ടാക്കി. ആ ശബ്ദം കേട്ട് അലീനയും നായയും ഒരുപോലെ ഞെട്ടി. നിന്റെ അടുത്ത് ആരാണ് മുറിയിലേക്ക് കയറാൻ പറഞ്ഞത്? സ്റ്റാൻലി ദേഷ്യത്തോട് ചോദിച്ചു. ആ നായ പേടിച്ച് തല താഴ്ത്തി സ്റ്റാൻലിയുടെ അടുത്തേക്ക് അങ്ങ് ഓടിച്ചില്ലാണേ. എന്നിട്ട് അലീനയെ സങ്കടത്തോടെ നിന്ന് നോക്കിയിട്ട് അവിടെ നിന്ന് പോയി. സ്റ്റാൻലി ജോസഫ് മുറിക്കകത്തേക്ക് കയറി ചുറ്റുമൊന്ന് നോക്കി. മുറി എങ്ങനെയുണ്ട്? അയാൾ ചോദിച്ചു. അലീനയുടെ മുഖത്ത് ഒരു പുച്ഛം നിറഞ്ഞു. ഇത് ഗസ്റ്റ് റൂമല്ലേ, അതുകൊണ്ട് ഇങ്ങനെ തന്നെ വേണം. ഒരുപാട് വലിയ വലിയ ആൾക്കാരൊക്കെ വന്ന് താമസിക്കേണ്ട സ്ഥലമല്ലേ, അവൾ അല്പം പരിഹാസത്തോടെ പറഞ്ഞു. സ്റ്റാൻലി അവളെ തന്നെയൊന്ന് ഉറ്റുനോക്കി. നിനക്ക് ഈ മുറി ഇഷ്ടമായോ? എനിക്ക് ഇത്രയും വലിയ മുറിയൊന്നും വേണ്ട. ചെറിയൊരു മുറിയും ഒരു കട്ടിലും ഒരു പായയും തലയണയും മാത്രം ഉണ്ടായാൽ മതി. ഞാൻ അതിൽ സംതൃപ്തിയാണ്, അലീന മുഖത്ത് നോക്കി തന്നെ പറഞ്ഞു. ഇത് കേട്ട് സ്റ്റാൻലി ഒന്ന് ചിരിച്ചു. ഈ വീട്ടിലെ ഏറ്റവും ചെറിയ മുറി ഇതാണ്. ഓ തമാശ. അലീനയുടെ മറുപടി വളരെ വരേണ്ടതായിരുന്നു. അവൾ ഒട്ടും തന്നെ ചിരിച്ചില്ല. സ്റ്റാൻലി ഉടനെ ആൻഡപ്പനെ വിളിച്ചു. ആൻഡപ്പ, ഈ വീടും ചുറ്റുപാടും ഇവൾക്കൊന്ന് കാണിച്ചു കൊടുക്ക്. ആൻഡപ്പൻ സംശയത്തോട് ചോദിച്ചു. സാബ് കാണിച്ചു കൊടുക്കട്ടെ? സ്റ്റാൻലിയുടെ മുഖം മുറുകി. ഈ കുട്ടിക്ക് ഇവിടുത്തെ മുറികൾ എവിടേക്കാണ്, വാതിലുകൾ എവിടേക്കാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നീ കാണിച്ചു കൊടുത്താൽ മതി. അതൊക്കെ അവൾ അറിഞ്ഞിരിക്കേണ്ടേ? ശരി സാബ്, ഞാൻ കാണിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞ് ആൻഡപ്പൻ അലീനയെ നോക്കി. കുട്ടി റെഡിയാണോ? അല്ല, ഞാൻ റെഡിയാകുമ്പോൾ പറയാം, അലീന തീർത്തും അങ്ങ് പറഞ്ഞു. സ്റ്റാൻലി തിരിഞ്ഞു നടക്കാൻ തോന്നി. പോകുന്നതിനു മുൻപുമായി തന്നെ അയാൾ പറഞ്ഞു, എന്താവശ്യമുണ്ടെങ്കിലും ആൻഡപ്പനെ വിളിച്ചാൽ മതിയെന്ന്. അയാൾ പോയപ്പോൾ അലീനയുടെ ഉള്ളിൽ വീണ്ടും സങ്കടം ഇങ്ങനെ തികട്ടി വന്നു. അയാൾ എന്തൊരു മനുഷ്യനാണ്. കടപ്പാടുത്ത അച്ഛനായിരുന്നുവെങ്കിൽ ബാലചന്ദ്രനായിരിക്കും എന്തായിരിക്കും പറയാ? മോളെ, എന്താവശ്യമുണ്ടെങ്കിലും അച്ഛനെ വിളിച്ചാൽ മതിയെന്നല്ലേ? അത് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സൊങ്ങ് നിറയും. സ്വന്തം അച്ഛനല്ലെങ്കിൽ പോലും ബാലചന്ദ്രൻ തന്നോട് എത്രമാത്രം സ്നേഹത്തിലായിരുന്നു. അതൊക്കെ ഓർക്കുമ്പോൾ തന്നെ ആ നിമിഷം അവൾക്ക് തിരിച്ചങ്ങോട്ടേക്ക് തന്നെ ഓടിപ്പോവാൻ തോന്നി. ഇവിടെയുള്ള ഈ ഒരു അച്ഛൻ എപ്പോഴും ഇങ്ങനെ കോട്ടിനുള്ളിൽ നിന്നും ഒരു ഓർഡർ ഇങ്ങനെ പുറപ്പെടുവിക്കുന്നത് മാത്രമാണ് ചെയ്യുന്നത്. ഇവൾ എൻ്റെ മകളാണ്, ഇവൾക്കിവിടെ യാതൊരു കുറവും ഉണ്ടാകരുത് എന്നൊരു വാക്ക് പോലും അയാൾ പറഞ്ഞില്ലല്ലോ. കുറച്ചു കഴിഞ്ഞപ്പോൾ അലീന തൻ്റെ വസ്ത്രങ്ങൾ മാറാനായി എഴുന്നേറ്റു. ബബിത കൊടുത്തയച്ച ആ ഒരു പെട്ടി അവൾ പതിയെ തുറന്നു നോക്കി. അതിനകത്ത് നിറയെ അവൾക്ക് ഇഷ്ടപ്പെട്ട വസ്ത്രങ്ങളായിരുന്നു. സാരി, ചുരിദാറ്, ജീൻസ്, ടോപ്പ്, അങ്ങനെ അവൾക്ക് ഇഷ്ടപ്പെട്ടതെല്ലാം തന്നെ ആ ഡ്രസ്സുകളെല്ലാം കണ്ടപ്പോൾ ബബിതയുടെ സ്നേഹം ഓർത്തുകൊണ്ട് അവൾ അതെടുത്തിങ്ങനെ നെഞ്ചോട് ചേർത്ത് പിടിച്ചങ്ങ് പൊട്ടിക്കറിയാണ്. തൻ്റെ പ്രിയപ്പെട്ടവരുടെ ഓർമ്മകൾ ആ വസ്ത്രങ്ങളിൽ തങ്ങി നിൽക്കുന്നത് പോലെയൊക്കെ അലീനക്ക് തോന്നി. ആ ഡ്രസ്സുകളെല്ലാം എടുത്തു വെക്കാൻ വേണ്ടിയിട്ട് അവൾ ആ വലിയ വാൾഡ്രോബ് തുറന്നു. എന്നാൽ അവളൊന്നും ഞെട്ടി. അതിനകത്ത് നിറയെയധികം പുതിയ വസ്ത്രങ്ങളൊക്കെ അടുക്കിപ്പെറുക്കി വെച്ചിരുന്നു. പലതിൻ്റെയും കവറ് പോലും പൊട്ടിക്കാത്തവയാണ്. സ്വന്തം മകൾ വരുന്നുണ്ട് എന്നറിഞ്ഞപ്പോഴേക്കും അവൾക്ക് വേണ്ട ഡ്രസ്സുകളെല്ലാം തന്നെ വാങ്ങി വെക്കാൻ വേണ്ടി സ്റ്റാൻലി തൻ്റെ ജോലിക്കാരോട് ഉത്തരവിട്ടതായിരിക്കാം. അവൾ അതിൽ നിന്നൊരു ഡ്രസ്സ് എടുത്തു നോക്കി. ഒരു വലിയ നൈറ്റിയായിരുന്നു അത്. അവൾക്ക് പാകമാവുമോ എന്ന് പോലും വെച്ച് നോക്കി. ഇല്ല, അത്യാവശ്യം തടിച്ച് വണ്ണമുള്ള ഏതൊരു സ്ത്രീക്കിടാൻ പാകത്തിലുള്ള ഡ്രസ്സായിരുന്നു അതെല്ലാം. താഴെ തറയിലിരുന്ന രീതിയിലുള്ള വലിയ 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 വസ്ത്രങ്ങളും. അലീനക്ക് ചിരി വന്നു. ഇവിടുത്തെ ജോലിക്കാരിയോട് 24 വയസ്സുള്ളൊരു പെൺകുട്ടി വരുന്നുണ്ടെന്ന് മാത്രമായിരിക്കും അയാൾ പറഞ്ഞിട്ടുണ്ടാവുക. അവർ അവരുടെ ഭാവനക്കനുസരിച്ച് എന്തൊക്കെയോ വാങ്ങിക്കൂട്ടി വെച്ചിരിക്കുന്നു. സ്വന്തം മകളുടെ രൂപമോ വണ്ണമോ ഒന്നും അറിയാതെ ഒരച്ഛൻ. ആ വസ്ത്രങ്ങളെല്ലാം തന്നെ അവിടെ തന്നെ വെച്ചിട്ട് വാൾഡ്രോബിലെ ഏറ്റവും താഴ്ന്ന തട്ടിൽ ഒരു പഴയ വസ്ത്രങ്ങൾ അവൾ അടുക്കി വെച്ചു. അതാണ് തനിക്ക് ചേരുന്നത് എന്ന് അവൾക്കറിയാമായിരുന്നു. ശേഷം അവൾ ബാത്റൂമിലേക്ക് പോയി. വാതിൽ തുറന്നപ്പോൾ അവൾ ശരിക്കും അങ്ങ് അത്ഭുതപ്പെട്ടു പോവാണ്. അതൊരു ബാത്റൂമാണോ അതോ വേറൊരു മുറിയാണോ? ഒരു സാധാരണ മുറിയുടെ അത്രമാത്രം വലിപ്പമുണ്ടതിന്. ഒരുപാട് ആധുനിക സൗകര്യങ്ങളുള്ള ആ ബാത്റൂം കണ്ട് അവൾ കുറച്ചു നേരം അങ്ങനെ തന്നെ നോക്കി നിന്നുപോയി. ഇതേ സമയം പുറത്ത് ആൻഡപ്പനും ബൈജുവും തമ്മിലുള്ള വലിയ ചർച്ചയിലായിരുന്നു. സംസാര വിഷയം അലീന തന്നെ.
ഇത്രയും രാജകീയമായി ഇങ്ങോട്ടേക്ക് വന്ന ആ പെൺകുട്ടി ആരാണെന്നറിയാനുള്ള വലിയ ആകാംക്ഷയിലായിരുന്നു രണ്ടുപേരും. കോട്ടയം രജിസ്ട്രേഷനിലുള്ള ആ വലിയ കാറിലാണ് അവൾ വന്നത്. അന്ന് ബാലചന്ദ്രൻ സർ ഇവിടെ വന്നത് ഒരു പക്ഷേ ഈ പെൺകുട്ടിയെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നോട്ടെ എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ടായിരിക്കുമല്ലേ? ബൈജു സംശയത്തോടെ ചോദിച്ചു. ആന്റപ്പൻ ഒന്ന് തലകുലുക്കി. അതെ, അങ്ങനെ തന്നെയായിരിക്കും. നീ ശ്രദ്ധിച്ചോ? കൊച്ചമ്മയുടെ, അതായത് സാബിന്റെ അമ്മയുടെ ഒരു ഛായ ഈ കുട്ടിക്കില്ലേ? മാത്രമല്ല സാബിന്റെ മൂത്ത മകളുടെ അതേ മുഖഛായയുണ്ട് ഇവർക്ക്. ചിലപ്പോൾ വല്ല അകന്ന ബന്ധത്തിലുള്ള ആരെങ്കിലുമൊക്കെ ആയിരിക്കും, ബൈജു പറഞ്ഞു. പക്ഷേ ഇതിനു മുൻപ് തന്നെ ഈ കുട്ടി ഇവിടെ വന്നിട്ടേയില്ലല്ലോ. സാബിനോട് സംസാരിക്കുന്ന രീതി കണ്ടില്ലേ? ആദ്യമായിട്ട് കാണുന്നത് പോലെയുണ്ട്. ബന്ധുക്കളായിരുന്നുവെങ്കിൽ ഇതിനു മുൻപ് എപ്പോഴെങ്കിലും കാണേണ്ടതല്ലേ? ആന്റപ്പനും അതൊരു സംശയമായി തന്നെ തോന്നി. ബൈജുവിന് എന്തായാലും അലീനയുടെ ആ ഒരു സ്വഭാവം മാത്രം തന്നെ അങ്ങ് പിടിച്ചില്ല. ഒരു പെട്ടിയെടുക്കാൻ ചെന്നപ്പോഴേക്കും അവൾ കാണിച്ച ആ ഒരു ജാട അവന് തീരെ അങ്ങ് ദഹിച്ചില്ല. അവൾ ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് അലീന മുറിയിൽ നിന്നും പുറത്തേക്ക് വന്നത്. അവളെ കണ്ടപ്പോൾ ഇരുവരും സംസാരം അങ്ങ് നിർത്തി. ആന്റിപ്പൻ വേഗം അവളുടെ അടുത്തേക്ക് ചെന്നു. വീടും പരിസരമൊക്കെ കാണാൻ വേണ്ടി വന്നതാണോ? ഞാൻ കൂടെ വരാം. ബൈജുവും ഒപ്പം കൂടി. അങ്ങനെ അവരെല്ലാവരും കൂടി ആ വലിയ പുരയിടത്തിലൂടെ നടക്കാൻ തുടങ്ങി. ചുറ്റും പച്ചപ്പ് നിറഞ്ഞ ആ വലിയ റബ്ബർ തോട്ടത്തിൽ ഒന്നിനു പുറകെ ഒന്നായി കാഴ്ചകൾ ഇങ്ങനെ കണ്ടുകൊണ്ട് അലീന അങ്ങനെ നടന്നു. അവിടുത്തെ പ്രകൃതി ഭംഗി അവളുടെ മനസ്സിന് ചെറിയൊരു ആശ്വാസം നൽകിയിരുന്നു. ഇത് ഏകദേശം 2 ഏക്കറോളം സ്ഥലമുണ്ട് കേട്ടോ, ആന്റപ്പൻ ചുറ്റും കൈചൂടി പറഞ്ഞു. അലീന ചുറ്റുമൊന്ന് കണ്ണോടിച്ചു. ഇവിടെ അടുത്തൊന്നും വേറെ വീടുകളില്ലേ? ഉണ്ട്, ആ വലിയ ഗേറ്റ് കടന്നുകൊണ്ട് കുറച്ചങ്ങ് ദൂരം പോകണം, ബൈജു മറുപടി പറഞ്ഞു. കൂട്ടത്തിൽ അവന്റെ ഉള്ളിലൊരു ചോദ്യം അവൻ പുറത്തെടുത്തു. അല്ല കൊച്ചമ്മേ, കൊച്ചമ്മയുടെ പേരെന്താ? കൊച്ചമ്മയോ? അലീനക്ക് ആ വിളി തീരെ അങ്ങ് ഇഷ്ടപ്പെട്ടില്ല. എന്റെ പേര് അലീന, എന്നെ അലീന എന്ന് വിളിച്ചാൽ മതി. അല്ല, കേണൽ സാബിന്റെ ആരാണ്? ബൈജു വിടാൻ ഭാവമില്ലായിരുന്നു. അലീന അവനെയൊന്ന് സൂക്ഷിച്ചു നോക്കി. അത് നിങ്ങൾ കേണൽ സാറിനോട് തന്നെ ചോദിച്ചാൽ പോരെ? അല്ല, വല്ല അകന്ന ബന്ധുവും മറ്റോ ആണോ? അതറിയാൻ വേണ്ടി ചോദിച്ചതാ. ഞങ്ങൾ ഇതിനു മുൻപ് ഇവിടെ കണ്ടിട്ടില്ലല്ലോ, അതാ ചോദിച്ചത്. ബൈജു ഒന്ന് പരുങ്ങി. അലീന കുറച്ചുനേരം മറുപടിയൊന്നും പറഞ്ഞില്ല. പക്ഷേ വീണ്ടും അവൻ എവിടെ നിന്നാ വന്നത്, ആരാണ് എന്നൊക്കെ ചോദിച്ചു തുടങ്ങിയപ്പോൾ അലീന അവിടെ നിന്നു. അവർ രണ്ടുപേരെയും മാറി മാറി നോക്കി വളരെ ശാന്തമായി പറഞ്ഞു. അതല്ലേ ഞാൻ പറഞ്ഞത്, എൻ്റെ പേര് അലീന എന്നാണ്. ഞാൻ കഴക്കൂട്ടത്തെ ഒരു ഓർഫനേജിലാണ് വളർന്നത്, അനാഥാലയത്തിൽ. പിന്നെ കുറച്ചു കാലം ബാലചന്ദ്രന്റെ വീട്ടിൽ ജോലിക്കാരിയായിരുന്നു. ഇത് കേട്ടപ്പോൾ ആന്റപ്പന്റെയും ബൈജുവിന്റെയും കിളി അങ്ങ് പോയി. രണ്ടുപേരും പരസ്പരം മുഖത്തോട് മുഖം നോക്കി. ഒരു അനാഥ പെണ്ണിനെ ഒരു വീട്ടിൽ ഇത്രയും വീട്ടുജോലിക്കാർക്ക് വേണ്ടിയിട്ടാണോ കേണൽ സാർ ഇത്രയും വലിയ ഒരുക്കങ്ങളൊക്കെ ഇവിടെ ചെയ്തു വെച്ചിരിക്കുന്നത്? അതവർക്ക് വിശ്വസിക്കാൻ പോലും കഴിഞ്ഞില്ല. വീട്ടുജോലി എന്ന് വെച്ചാൽ ആന്റപ്പൻ വിശ്വസിക്കാതെ ചോദിച്ചു. അലീനയുടെ മുഖത്ത് അപ്പോൾ നല്ലൊരു പുഞ്ചിരി ഉണ്ടായിരുന്നു. വീട്ടുജോലി എന്ന് വെച്ചാൽ എന്താണെന്നറിയില്ലേ? മുറ്റം അടിച്ചു വാരണം, വീട് തുടക്കണം, ഫുഡ് ഉണ്ടാക്കണം, തുണി അലക്കണം, പാത്രം കഴുകണം, അങ്ങനെ ഒരുപാടധികം ജോലികളുണ്ട്. അതൊക്കെ തന്നെ. യാതൊരു നാണക്കേടും കൂടാതെ വളരെയധികം അഭിമാനത്തോടു കൂടിയാണ് അലീന അത് പറഞ്ഞത്. അവളുടെ ആ വാക്കുകൾ കേട്ട് ആന്റപ്പനും ബൈജിയും അക്ഷരാർത്ഥത്തിൽ അങ്ങ് ഞെട്ടിത്തെറിച്ചു പോയി. അലീന അവരെ നോക്കിയിട്ടൊന്ന് ചിരിച്ചു മുന്നോട്ട് നടന്നു. പക്ഷേ ആന്റപ്പനും ബൈജിയും അവിടെ തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു. കേട്ടതൊന്നും വിശ്വസിക്കാനാവാതെ അലീന മുന്നോട്ട് നടക്കുമ്പോഴും അവളുടെ മനസ്സിൽ വലിയൊരു ശൂന്യതയായിരുന്നു. ചുറ്റുമുള്ള ഈ വലിയ മരങ്ങളും വലിയ വീടും ആർഭാടങ്ങളും ഒന്നും തന്നെ അവൾക്കൊരു സന്തോഷവും നൽകുന്നില്ല. ഇതെല്ലാം എങ്ങനെയെങ്കിലും ഒന്ന് അവസാനിച്ചിരുന്നെങ്കിൽ, പഴയതുപോലെ തന്നെ ബാലചന്ദ്രന്റെ വീട്ടിലേക്ക് തിരിച്ചു പോവാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ എന്ന് അവൾ ആത്മാർത്ഥമായി തന്നെ ആഗ്രഹിച്ചു പോയി. അങ്ങനെ അവളുടെ ഈ ഒരു പുതിയ ജീവിതത്തിൽ വരാനിരിക്കുന്ന കൊടുങ്കാറ്റിന്റെ തുടക്കം മാത്രമായിരുന്നു ഇത്. ഇനി മഴത്തോരു മുൻപേയിൽ വരാൻ പോകുന്ന നല്ല സൂപ്പർ അടിപൊളി ത്രില്ലിംഗ് എപ്പിസോഡാട്ടോ. നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം. ബൈ.